Let's go, motherfucker. എന്താ ബ്രോ പറയുന്നത്? വണ്ടി ജപ്പാനിലോട്ട് കയറ്റിയേക്കാം. വണ്ടി ജപ്പാനിലോട്ട് അയക്കുന്നത് കാരണം അവിടെ ആവുമ്പോ കൂടുതൽ പോലീസുകാർ വരത്തില്ല. ദുബായിലോട്ട് അയക്കുന്നതല്ലടാ നല്ലത്. അവിടെയാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടടാ. ഇവിടെ ജപ്പാനുണ്ടോ? ദുബായിലോട്ട് അയക്കുന്നതാണ് നല്ലത്. ഞാൻ പറയും ദുബായിക്ക് നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? ഓക്കെ, അവസാനം എന്നാ പിന്നെ സൗദിയിലോട്ട് അയക്കാം. എന്തോ സൗദിയിലോട്ട് ഹലോ, ഇൻട്രോ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ റേഞ്ച് റോവർ എടുത്ത് പൈസ കൊടുത്തില്ല. ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ന്യൂസിലൊക്കെ നമ്മുടെ പേരെഴുതി കാണിച്ചു. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വിൻ്റർ ആയത് കാരണം തന്നെ ആരും ഇവിടെ ഇല്ല. എല്ലാവരും അവരവരുടെ വീട്ടിലാണ്. നമ്മൾ മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ. ഹൈ ക്വാളിറ്റി ജാക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പം അങ്ങനെ വിചാരിച്ച് അപ്പൊ ഇവിടെ ആരും അന്വേഷിക്കാൻ വരത്തില്ല. അപ്പൊ ഇത് സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇപ്പൊ നിങ്ങൾ തുടങ്ങിയപ്പോ തന്നെ ഒരു വഴക്ക് കണ്ട്. ഞങ്ങള് തമ്മിൽ ഇപ്പൊ ഒരു വഴക്ക് നിങ്ങൾ കണ്ടല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ എങ്ങോട്ട് അയക്കണോന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു സൗദിയിലോട്ട് വണ്ടി. അതാണെങ്കിൽ ദുബായും സൗദിയും ഏകദേശം അടുത്തുമാണ്. ജപ്പാനും ഏകദേശം അടുത്താണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് രാത്രി തന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്താലോ? ഓക്കെ, എന്നാൽ നമുക്ക് ജാക്സണെയും കൂടി കൂട്ടിയാലോ? ജാക്സണൻ പിന്നെ ആരെയും വേണം? ജാക്സണെയും ജോണിനെയും കൂട്ടാ. ആ ചെക്കൻ ഇരിക്കട്ടെ, നമുക്ക് പ്ലാനൊക്കെ ചെയ്യുമ്പോ. അല്ല, ഈ വണ്ടി ഇപ്പൊ ഷിപ്പ് ചെയ്തൂടെ? എന്തോ വഴിയുണ്ട്. അത് നീ ഒന്ന് ജാക്സൺ വിളിച്ച് ചോദിക്കും. ഓക്കെ, ഞാൻ ചോദിച്ചു നോക്കാം. ഹലോ ജാക്സൺ. അണ്ണാ എന്തായി? കുഴപ്പങ്ങൾ എന്തായി? ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? എടാ, ഞങ്ങളിന്ന് സൗദിയിലോട്ട് ഷിപ്പ് വഴി ഞങ്ങളുടെ വണ്ടി കയറ്റി വിടാൻ പോവാണ്. ഷിപ്പ് വഴി കയറ്റണോ അതോ പ്ലെയിൻ വഴി കയറ്റണോ? അണ്ണാ, ഞാൻ പറഞ്ഞത് ഷിപ്പ് വഴി കയറ്റാനാണ്. കാരണം പ്ലെയിൻ വഴി കയറ്റുന്നത് കുറച്ച് റിസ്ക് ആണ്. ഷിപ്പ് പക്ഷെ എവിടെയാണ് വരിക? അണ്ണാ, ഇന്ന് രാത്രി ഒരു 11:30 ആകുമ്പോൾ ഡോക്കിലൊരു ഷിപ്പ് വരുന്നുണ്ട്, സീ പോർട്ടിൽ. അപ്പോൾ അണ്ണൻ ആ വഴി പോക്കോ. എടാ ജാക്സൺ, എന്നാ നമുക്ക് 4 പേർക്ക് പോയാലോ? മെയിൻ കാര്യം പറഞ്ഞില്ല, 2 വണ്ടി കയറ്റിയിരിക്കുന്നുണ്ട്. ആ ഷിപ്പില് 2 വണ്ടിയൊക്കെ തന്നു. 2 വണ്ടി 3 വണ്ടി വേണ്ടേ? എന്റെ BMW. ആ ശരിയാണ്. ആ ബ്രോഡയും BMW ഉണ്ടല്ലേ. അപ്പൊ 2 BMW ഒരു റേഞ്ച് റോവറും കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പൊ അവനോടൊന്ന് ചോദിച്ചേ ആ ഷിപ്പിൽ സ്ഥലം ഉണ്ടോ? എടാ ജാക്സണെ, 3 വണ്ടി കയറ്റാനുള്ള സ്ഥലമുണ്ടോ? ആണ, 3 ട്രക്ക് കയറ്റാനുള്ള അത്രയും സ്ഥലമുണ്ട്. അപ്പോൾ 3 കാറൊക്കെ ഈസി. ആടാ, എടാ നമുക്ക് 4 പേർക്ക് പോയാലോ? ഞാൻ, നീ, ക്രാസോ, ജോണ്. നമുക്ക് 4 പേർക്കും കൂടി ഇന്ന് രാത്രി തന്നെ സൗദിയിലോട്ട് പോവാം. ആണ്ണ, എന്നാൽ ഞാൻ പാക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾ ജോണിനെ വിളിച്ച് പറ. വേണ്ടടാ, നീ വിളിച്ചു പറഞ്ഞോ നമുക്ക് ജോണിനെ. എന്നാ ഞാൻ വിളിച്ചു പറയാം. അവസാനം ഞാൻ തന്നെ വിളിച്ചു. എടാ, എന്നാ ജാക്സനെ നീ വിളിക്കണ്ട, ക്രാസെ വിളിച്ചോളൂ. ഓക്കെ, എന്നാൽ ഞാൻ പാക്കിങ്ങിനും ഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കട്ടെ. ആടാ, നീ പോയി കറക്റ്റ് ടൈമിങ് എല്ലാം നോക്കിയിട്ട്. അപ്പോൾ ശരി അണ്ണാ. ആടാ, ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് രാത്രി ഒരു ഷിപ്പ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് തന്നെ ആ ഷിപ്പ് കയറി പോകണം കേട്ടോ. നീ വിളിക്കും, ജോണിനെ വിളിക്കും. ഹലോ 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 ജോണേടാ. എന്തടാ? എടാ, ഇന്ന് നമ്മൾ സൗദിയിലോട്ട് പോവാ. സൗദിയിലോട്ടോ? നിന്റെ റേഞ്ച് റോവറിന്റെ കാര്യമല്ലേ എന്നെ അടുത്ത്? റേഞ്ച് റോവർ മാത്രമല്ല, 3 വണ്ടി ഷിപ്പിലോട്ട് കയറ്റി വിടാൻ പോവാ. നമ്മൾ 4 പേരും കൂടെ പോകുന്നുണ്ട്. ജാക്സണും കൂടെ. ആരൊക്കെ 4 പേര്? ഞാൻ, നീ, നെക്സ്റ്റ് പിന്നെ ജാക്സൺ. ജാക്സണും ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് രാത്രി തന്നെ സൗദിയിലോട്ട് പോകാം.
ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പാക്ക് ചെയ്ത് വെച്ചോ. അപ്പം ഷിപ്പിന്റെ അല്ല ബ്രോ അടുത്തോട്ട് ആദ്യം അല്ല ബ്രോ വരണം. നമ്മള് വണ്ടി ഫ്ലൈറ്റിലല്ല, നമ്മള് ടിക്കറ്റ് ഷിപ്പിട്ട് തന്നെ കയറി പോവാ. ഫ്ലൈറ്റ് കയറി പോകുന്നത് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സേഫ് പോകാൻ പറ്റിയ ഏറ്റവും നല്ല നമ്മുടെ പ്രൈവറ്റ് ജെറ്റാ. ഓക്കെ എന്നാ നമ്മുടെ പ്രൈവറ്റ് ജെറ്റ് കയറി പോവാ. എന്നാ നീ ജാക്സണെ അതാ. വിളിച്ച് പറ പ്രൈവറ്റ് ജെറ്റ് പോവാന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ശരിയടാ ജോണ്, ആ പെട്ടെന്ന് പാക്ക് ചെയ്തു. നെക്സ്റ്റ് ജാക്സനെ വിളിച്ചോടാ പ്രൈവറ്റ് ജെറ്റിൽ. ജാക്സനെ വിളിച്ചോറ പ്രൈവറ്റ് ജെറ്റിൽ പോവാന്ന്. ഞാൻ കുറെ വട്ടം വിളിക്കണം, ഇനി നീ വിളിക്കും. ഞാൻ വിളിച്ച് ഇനി ജാക്സണ് ദേഷ്യം വരും. ആ എന്താണ് പ്രൈവറ്റ് ജെറ്റിലാണ് പോകുന്നത്. അങ്ങോട്ട് വന്നാൽ മതി ആ എയർപോർട്ടിലോട്ട്. ഞാനത് പക്ഷെ പറയാൻ നിൽക്കായിരുന്നു, പബ്ലിക് എയർപോർട്ടല്ല, പ്രൈവറ്റ് എയർപോർട്ട്. പ്രൈവറ്റ് ജെറ്റിൽ പോവാന്ന്. പിന്നെ അണ്ണാ നമ്മളെ സൗദിയിൽ ആരെങ്കിലും ഒക്കെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരു അറബാബുണ്ട്, ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്നപ്പോ ഉണ്ടായിരുന്ന. ഓക്കെ അപ്പൊ ശരിയാണ്ണാ. എന്നാ നമുക്ക് ഇന്ന് രാത്രി തന്നെ വൈകിക്കരുത്. നമുക്ക് എല്ലാവർക്കും സിറ്റി വണ്ണില് കാർ വാഷിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേഗം വണ്ടി കയറി ഷിപ്പിൽ കയറാം. ബ്രോ എനിക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ ആരാണ്? ഞാൻ ആരാന്ന് നീക്ക് ഇതുവരെ അറിയില്ലേ? സിറ്റി പോലീസ് എങ്ങാനുമാണോ? നിങ്ങളെന്താ വിചാരിച്ച്? നിങ്ങളിപ്പോൾ സിറ്റി വണ്ണിൽ സ്നോ ഏരിയയിലാണെന്ന് ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇന്ന് രാത്രി തന്നെ വന്ന് സറണ്ടർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സിറ്റി പോലീസ് ആരാന്ന് നിങ്ങൾ അറിയും. ഞങ്ങള് കുറെ കണ്ടതാ, അതൊക്കെ പണ്ടേ ഞങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങളെ നിങ്ങളുടെ ലാസ്റ്റ് ഓരോരുത്തരും ചാൻസ് ആണ് പേര് റിപ്പോർട്ട് ഞങ്ങൾ ചെയ്യാൻ. ഇനിയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്കാണോ മാറി ഇടും. പോലീസാണ് വേണമെങ്കിൽ ക്രാസോ, പോലീസാണോ? അത് തന്നെടാ. ഏടോ തന്നെയൊക്കെ എനിക്കൊരു പേടിയില്ലടോ. ഞാൻ ഇനി സറണ്ടർ ആവത്തുമില്ല, ആരും എന്നെ പിടിക്കത്തുമില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് പൊക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പൊക്കിട്ട് പോകാം. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. എന്നാ നമുക്ക് കാണാം ക്രാസോ. എന്താണ് പോലീസിലെ ഇവന്മാർക്ക് പറയണ? ഇവന്മാർക്ക് ആരാന്ന് അവന്മാരുടെ വിചാരം? രണ്ട് പോലീസുകാര്. എടാ ജാക്സൺ വിളിച്ച് പിള്ളേരായിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അവിടെ ജാക്സനെ പുറത്ത് അറിയിച്ചേക്ക്, സെക്യൂരിറ്റി ഇട്ടാൻ പറ്റും. ജാക്സനെ അറിയിച്ചേക്ക് പോലീസ് ഒന്നും കൂടി വിളിച്ചു. ഇപ്പൊ എന്റെ ഫോണിൽ ചാർജ് ഇല്ല, നീ വിളിച്ച് പറഞ്ഞു. ഹലോ ജാക്സ, എന്താ അണ്ണാ അത്രയും തൊട്ടാണോ വിളിക്കണേ? എടാ ജാക്സ, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞാൽ വിളിച്ചാൽ നമ്മളെ പോലീസുകാർ വീണ്ടും ക്രാസോനെ വിളിച്ചു. അപ്പം നമുക്ക് എത്രയും വേഗം തന്നെ ഇന്ന് രാത്രി പറ്റുകയാണെങ്കിൽ 3 മണിക്ക് എന്തായാലും നമുക്ക് ഇറങ്ങണം. അണ്ണാ 3:30 ഷിപ്പ് ഇവിടുന്ന് തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും BMW ഷിപ്പിൽ കയറ്റി വിട്ടിട്ട് നിങ്ങളെ റേഞ്ച് റോവറിൽ വിളിക്കാൻ വരാം. അണ്ണാ റേഞ്ച് റോവറിൽ സേഫാണോ? പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടല്ലേ സിറ്റി വൺ കാർ വാഷ്. അതൊന്നും കുഴപ്പമില്ലടാ, റേഞ്ച് റോവർ കൊണ്ട് തന്നെ വരാം. ഓക്കെ അപ്പോൾ ശരിയടാ. എടാ നെക്സ്റ്റ് റേഞ്ച് റോവർ കൊണ്ടുപോകണോ? ഞാൻ എന്റെ സൂപ്പർ എടുക്കണോ? വേണ്ട, ഇനി സൂപ്പർ കയറ്റി പോകണ്ടേ? കാര്യം ചെയ്യാം, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ബ്രോയുടെ BMW വിളിക്കാൻ പോയാലോ? ഒരു കാര്യം ചെയ്യാം, റേഞ്ച് റോവർ എടുക്കാം. കാരണം എന്താ വെച്ചാൽ 4 പേരില്ലേ, അതെ, BMW 4 പേര് ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ രണ്ടുപേരുടെ BMW ഭയങ്കര ചെറുതുമാണ്, ചെറിയ അതെ, മോഡൽ SUV അതെ, അല്ല. അതാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ട് ഒളിഞ്ഞിരുന്ന് പോവാ. അതാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി നൈറ്റ് ആയിട്ട് കാണാം. 6.5 hours later. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പിള്ളേരെ വിളിക്കാൻ പോവാണ്, ജോണിനെയും ജാക്സനെയും. നമ്മളപ്പോൾ നമ്മുടെ BMW ഷിപ്പിൽ കയറ്റി വിട്ടു. അപ്പൊ BMW രണ്ടും വിട്ടിട്ടുണ്ട്. ഇപ്പൊ ജാക്സൺ എടുക്കാനും പോവാണ് നമ്മള് നേരെ. അതെ അതെ, അപ്പോൾ നമ്മള് വീട്ടിൽ നിന്ന് അവന്മാർക്കാണെങ്കിൽ ഈ ഇറങ്ങിയതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള കാരണം അവന്മാരെ വിളിക്കാൻ പോകുന്നത്. അയ്യോ ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പറപ്പിച്ചെന്നെ വിടുകയാണ്. ചെറിയ കൂടെ എന്നെ 100-ലൊക്കെ കയറ്റി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ഡെലിവറി വീഡിയോയിൽ വണ്ടിയുടെ പേര് പറയാൻ മറന്നുപോയി. ഈ വണ്ടിയുടെ പേര് ജെറ്റ് എക്സ് എന്നാണ്. ഇത് വണ്ടിയുടെ വേരിയൻ്റ് ഒന്നുമല്ല, ഇത് ഞങ്ങൾ വേറിട്ട പേരാണ്. ഇത് ജെറ്റ് എക്സ്, വണ്ടിക്ക് ഇങ്ങനെ ഓക്കെ. പേരിടുന്ന പോലെ.
അതായത് ഞങ്ങളെ വണ്ടിയുടെ പരിക്കും. അപ്പൊ ഗൈസ് ഇവിടെ മൊത്തവും ചെക്കിങ് ആണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഓക്കെ, ഞാൻ പറപ്പിച്ച് പോവുകയാണ്. ഇനി ഇത്തിരി സ്ലോ ആക്കാം. ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി സിറ്റി 1-ലെത്തി. എത്ര വേഗം എത്തിയല്ലേ പറപ്പിച്ച് വിട്ടപ്പോൾ. അവിടെ ചെക്കിങ് ഉണ്ടില്ലേ. ഇവിടെ ഒരു വഴിയുണ്ട്, ഈ വഴി കൂടെ പോവാം. ഗൈസ് നമ്മൾ പണി പാളി വിചാരിച്ചു. അവിടെ ചെക്കിങ് ഉണ്ട്, പക്ഷെ പൊട്ടന്മാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന്. നമ്മൾ ഈ വഴി കേറി ജാക്സൺ അവിടെ നിൽക്കാന്നായിരുന്നു. ഓ അതാ അമ്മയുടെ കാറ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ എത്തിക്കോ. ജാക്സ കാറടാ, ജോണെ കാറടാ. അണ്ണാ കയറി വിട്ടോ. ചെക്കിങ് ഉണ്ട്, ഞങ്ങൾ ഒളിച്ചിരിക്കുന്നു. ആടാ ഓക്കെ ഗൈസ്, അപ്പോ ഇനി ഈ ഒരു വഴി പോ. ഓ ഗോഡ് ബ്രോ, ടോളിന്റെ അവിടെ ഞാൻ പറയാം. ഞാൻ ഒരു വഴിയുണ്ട്, ഒരു ഡിസ്പോസിബിൾ മാസ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ക്ലാസ് തുറന്ന് പറയാം. വണ്ടി എടുത്തിക്കോ, പേയ്മെന്റ് കൊടുക്കാന്. ഹലോ. അപ്പൊ മൗണ്ട് എവിടെ വിട്ടായിരുന്നു നമ്മൾ പോകേണ്ടത്? മൗണ്ടൻ ഷിപ്പ് യാർഡ് വരെ ഒന്ന് പോവാനായിരുന്നു. അപ്പൊ എത്ര $20 വണ്ടി കിട്ടോ. ആയിഷിനെ രക്ഷപ്പെട്ടു. മാസ്ക് ഇല്ലായിരുന്നു. ഗൈസ് അപ്പൊ നമ്മള് നേരെ പറപ്പിച്ചു വിടുകയാണേ. എനിക്ക് കോൾ വരുന്നല്ലോ. എടുത്തു. ഹലോ ആരാണ്? നിങ്ങളുടെ അടുത്ത് ഞാൻ ഇപ്പൊ ഈ ടൈം ഒരു സറണ്ടർ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ട്, പക്ഷെ നിങ്ങൾ എത്തിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, സറണ്ടർ നടക്കുന്ന കേസല്ല. നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിക്കുന്ന? ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോ പഴയ ക്രാഷല്ല, ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്കളിയല്ല, ഇപ്പൊ നിങ്ങൾ ക്രിമിനൽസ് ആണ്. സംസാരിക്കുന്നത് തന്റെ അടുത്തൊന്നും സറണ്ടർ ആവാൻ എന്നെ കിട്ടില്ല. വേണമെങ്കിൽ വന്ന് പിടി. എന്നാ നമുക്ക് കാണാൻ ക്രാഷോ. നിങ്ങൾ എവിടേക്കാ പോകുന്നത് നോക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് കറന്റ് കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. കട്ട് ചെയ്ത് വിടടാ ക്രാഷോ. ഇവന്മാരുടെ അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പറ്റില്ല, കാരണം നമ്മുടെ എല്ലാവരുടെയും ഫോണില് ബ്രോ അടുത്ത ടോള് എങ്ങനെങ്കിലും സംസാരിച്ച് സെറ്റ് ആക്കാൻ പറ്റുമോ? ആരുമില്ല. ഓക്കെ നമ്മൾ മൗണ്ടൈനിലോട്ട് എത്തി. ഇനിയിപ്പോ കുറച്ച് ദൂരം കൂടെ മതി നമ്മുടെ സൗദി എത്താൻ. ഏകദേശം മൗണ്ടൈൻ എത്തി. ഇനിയിപ്പോ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ സൗദി എത്തുന്നതായിരിക്കും. അപ്പൊ സൗദി എത്തിട്ട് കാണാനും. സൗദി അല്ല ബ്രോ, ഷിപ്പിയാർഡ് എത്തുന്നതായിരിക്കും. സോറി, ഞാനാണെങ്കിൽ ഇപ്പോഴും എനിക്ക് സൗദിയിലെ ഇല്ലാതിരിക്കില്ല. ഷിപ്പിയാർഡ് കഴിഞ്ഞ് നേരെ എയർപോർട്ട് പോകണം. ഷിപ്പിയാർഡ് എത്തിയിട്ട് കാണാൻ. അതെ നമ്മുടെ പ്ലാൻ അത് അവിടേക്ക് എത്തിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ നേരെ ട്രോപ്പിക്സിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ഷിപ്പ് പോയി. നമ്മുടെ BMW കൊണ്ട് ആ ഷിപ്പ് പോയിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിക്കാണും. ഇപ്പൊ ദുബായിലെത്താ അല്ല, കുറച്ചേരം എടുക്കുന്നത്. നാളെ രാവിലെ ഓടെത്താൻ. അപ്പൊ ഈ ഷിപ്പിന് ആ ഷിപ്പ് നിറഞ്ഞി 2 BMW അതിന്റെ അകത്താണ്. പിന്നെ മാത്രമല്ല വേറെ കുറെ ആൾക്കാരുടെ വണ്ടിയും കൊണ്ടായിരുന്നു. അത് അവര് പ്രതീക്ഷിച്ചില്ല. ആ ഷിപ്പിന്റെ കൂടെ പുറകിൽ വേറൊരു ഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഷിപ്പിലാണ് ജാക്സണും മറ്റേ അവനും കൂടെ ആ ഷിപ്പിൽ കയറി പോയി. സെന്റിങ്ങാന്ന് അറിഞ്ഞൂടെ. എന്തായാലും അവിടെ ഷിപ്പിൽ കയറി പോയിട്ടുണ്ട് അവന്മാർ രണ്ടും കൂടെ. നമുക്ക് രണ്ടുപേർക്കും പ്രൈവറ്റ് പോകുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇവിടെ റേഞ്ച് റോവർ നിർത്തിയിടാം. ഇപ്പോ എന്തായാലും സൗദി എത്തിയിട്ട് കാണാം. കാണും. ഞാൻ വണ്ടിയും കൊണ്ട് വരാ പറഞ്ഞിട്ട് കൊറേ നേരമായി. ഓ കേസായിട്ട് വിളിക്കുന്നുണ്ടല്ലോ. പാളിയാ. ഹലോ നീ എവിടെ പോയിരിക്കണം?
എത്തി. അയ്യോ പതിയൊക്കെ നിർത്ത് കൊല്ലൂ നീ പിന്നെ. ഓള് വണ്ടിയല്ലേ എക്സ്ട്രാ വണ്ടി സെറ്റാക്കും പറഞ്ഞാ സെറ്റാക്കി. നല്ല വണ്ടി കൊള്ളാം, അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ പരിപാടി തീർന്നേന. നല്ല വണ്ടി അല്ലായിരുന്നു. ഹോട്ടൽ റൂമൊക്കെ സെറ്റാക്കി കിട്ടാം. പിന്നെ നേരത്തെ ബുക്ക് ചെയ്ത് ഹോട്ടൽ റൂമിലോട്ട് വീട്. ആ അവർ തന്നെ അവിടെ ഗൈസ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി സൗദിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ സേഫ് ആയിരിക്കും. ഇനി ആരും നമ്മളെ തൊടാൻ വരത്തില്ല. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നീ പോയ സമയത്ത് എനിക്കൊരു കോള് വന്നായിരുന്നേ. ഫുഡ് വേണോ? അല്ല, ഞാൻ കഴിച്ചിട്ടല്ലേ ഇപ്പൊ ഇറങ്ങിയിരുന്നോ. നീ ഒരു മണിക്കൂർ എടുത്തപ്പോ ഞാൻ തന്നെ കഴിച്ചിട്ടില്ല. പിന്നെ നീ പോയ സമയത്ത് എനിക്കൊരു കോള് വന്നായിരുന്നു. നീ പോയ സമയത്ത് എനിക്ക് എക്സ്ട്രാ നീ പോയ സമയത്ത് എനിക്കൊരു കോള് വന്നായിരുന്നു. ആ, ഒരു കോള് വന്നായിരുന്നു. യവൻ മറ്റേ പോലീസുകാര്. അതിന്റെ പേരെന്താണ്? ആ, എന്തോ റോക്കി എന്നാണ് പറഞ്ഞത്. പക്ഷെ സ്വഭാവം കണ്ട റോക്കി പോയാന്ന് വിചാരം അവന്റെ. അവൻ പറയുക വന്നിട്ട് നിങ്ങളിപ്പോ മൗണ്ടൈനിലാ ഉള്ളേന്ന്. മണ്ടം വിചാരിച്ചിരിക്കുന്ന മൗണ്ടൈനിലാന്ന് വെക്കുന്നു. മൗണ്ടൈനിലാണ് പറഞ്ഞ. ആ, അപ്പൊ ഞാൻ പറഞ്ഞ ആണോ ഞങ്ങൾ മൗണ്ടൈനിൽ തന്നെ ഉണ്ടോ, എന്നാ പിടിക്കാൻ വരാം. ലാസ്റ്റ് ലൊക്കേഷൻ അവിടെ ആണല്ലോ ബ്രോ. ലാസ്റ്റ് ലൊക്കേഷൻ അവിടെ ആണല്ലോ. BMW അല്ലേ അവന്മാരെ ട്രാക്ക് ചെയ്ത്. BMW വന്നിട്ട് നമ്മൾ നേരെ ഷിപ്പിംഗ് കയറ്റി വിട്ടില്ലേ. അതാണ് ലാസ്റ്റ് ആയിട്ട് അവന്മാര് ട്രാക്ക് ചെയ്ത ലൊക്കേഷൻ BMW ആണ്. ഷിപ്പ് കയറ്റി പിന്നെ അവന്മാർക്ക് ഇനി ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബ്രോ, വണ്ടി എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തേരെ. ഇതാണ് വണ്ടി. വലിയ വർക്കൊന്നുമില്ല. അത് ഞങ്ങൾ റെന്റിനെടുത്ത വണ്ടി. അല്ല, റെന്റിനെടുത്ത വണ്ടിയല്ല. ഇത് സെക്രാസ് പറഞ്ഞ പോലെ ഒരു അറബാബ് നമ്മുടെ കൂടെ പഠിച്ച ഒരാളാണ്. അപ്പോൾ ആള് സെറ്റാക്കി തന്ന വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം V10 എന്തോ ഉള്ള ഒരു വണ്ടിയാണ്. വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. മുമ്പിൽ അലി സൗദി എഴുതിയിട്ടുണ്ട്, അത്രയും ഉള്ളൂ. അൺലോക്കി. ഞാനും കൂടി ഇരിക്കാം. ഒരു ഡ്രൈവ് പോയിട്ട് വരാം. ടാക്സി ഇല്ലാത്ത കാരണം. സൺറൂഫ് ഒക്കെ നോക്കിയേ, ഒരു കുഴപ്പമില്ല. വണ്ടി മറിഞ്ഞിട്ടു. ദുബായില് പിന്നെ റോൾസ് റോയ്സ് ആണ്. സൗദിയില് റോൾസ് റോയ്സ് കുറവാണ്. വണ്ടി ഉണ്ടോ നിർത്തി ഞാൻ നിന്നപ്പോ. റെസ്റ്റോറന്റ് ആ ഭാഗത്തായിട്ടാ. ഇവിടുന്ന് റൈറ്റ് ഈ റൈറ്റ് നേരെ പോക്കോ. റെസ്റ്റോറന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറന്റ് ഓർഡർ കണ്ട് കാണാനായിട്ട് ഇപ്പൊ ഞാൻ വണ്ടി ചുമ്മാ ഡ്രൈവ്. ഇത് ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് ആണ് മോട്ടൽ. ഇത് ഇവരുടെ തന്നെ ഹോട്ടൽ തന്നെ തോന്നുന്നു. എന്തായാലും അപ്പുറത്ത് വണ്ടി കയറി അപ്പുറത്തോണ്ടങ്ങ് വാങ്ങിച്ചു. അതെ ഈ ഇതായി കറക്റ്റ് അവന്മാര് ഒളിച്ചൊരു സ്ഥലത്ത് നോക്കിയുണ്ട്. ഈ രണ്ടെണ്ണം, ഇത് എൻ്റെ റൂം, ഇത് ബ്രോഡ് റൂം, ഈ പിന്നെ ഇത് ജാക്സന്റെ റൂം, ഇത് ജോണിന്റെ റൂം. എന്തായാലും ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് സംഭവങ്ങൾ ഇനിയും കുറെ ഇത് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഈവനിങ് ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. വെപ്രാളത്തിൽ വന്നോണ്ട് അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങണേ. പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഈവനിങ് ടൈം ആയിട്ട് കാണാം. സോറി, വണ്ടി പിടിച്ചിട്ട് കിട്ടിയില്ല. എന്നിട്ട് മറിഞ്ഞിട്ട് ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള വലിയ സൺറൂഫ് ഒക്കെ നോക്കി ഒന്നും ആയിട്ടില്ല. സ്ഥലത്തി നോക്കേണ്ടി വരും. ഞാൻ വണ്ടി ഒരു പ്രാന്തനാണ്. കാരണം എന്താ വെച്ചാൽ വണ്ടി അങ്ങ് സ്പീഡിലേ വിടത്തുള്ളൂ. നമ്മള് തിരിച്ച് ഹോട്ടലിൽ എത്തി. ഇനി വേറെ അങ്ങോട്ടെങ്കിലും പോണോ അതോ ഫുഡ് കഴിക്കാം? വണ്ടി എടുക്കണ്ടേ? അത് എടുക്കാൻ നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയേ. ഫുഡ് കഴിക്കണ നമ്മുടെ റേഞ്ചർ എടുത്തോണ്ടേ.
ഓക്കെ ഫുഡ് കഴിച്ചിട്ടോ ജാക്സണായിട്ട് ഇറക്കി വിട്ടല്ലേ. ഇല്ല ഇല്ല അവന്മാരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം എന്നാ നമ്മുടെ നീ ഇട്ടോ. പിള്ളേർ ഇതെടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് പോയാലോ? അപ്പുറത്തല്ലേ റേഞ്ച് റോവർ എടുക്കണ്ടേ? അതാണ് അവന്മാർ BMW കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഒളിപ്പിക്കാൻ പോകും. നമുക്ക് എന്തായാലും റേഞ്ച് റോവർ എടുക്കാൻ പോവാ. ഈ ഒരു ഭാഗത്തായിട്ടാണ് റേഞ്ച് റോവർ വരുന്നത്. ഇവിടത്തെയൊക്കെ ഗുഹയൊക്കെ നോക്കിയേ, വേറെ തീമാണ്. സിറ്റി മെയിൻ ഈ വഴി പോയി എത്തുന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ അപ്പം ഇനി റേഞ്ച് റോവർ കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ പാർക്ക് ചെയ്ത് നിർത്താം. എന്നിട്ട് നമുക്ക് ബാക്കി ഓക്കെ ഈ റേഞ്ച് റോവർ എടുത്തിട്ട് നമ്മൾ ഈ റോൾസ് റൈസ് പൊട്ടിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ റേഞ്ച് റോവറിലാണ് ഓടിക്കുക. നമ്മുടെ റേഞ്ച് റോവറിന് കേടുപാടൊന്നും വരാതിരുന്നേ പ്രാർത്ഥിച്ചു. നെക്സോ ഇവിടെ പറയുന്നത് ഇങ്ങനെ ഉണ്ടോന്നല്ലേ പറഞ്ഞ, ഞാൻ ഓടിക്കാൻ പറഞ്ഞു. ഓക്കെ അതായത് നമ്മൾ കുറച്ചു നേരം ഓടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കിട്ടിയും ചെറുതായിട്ട് എൻ്റെ കൂടെ ചില്ലൊന്ന് പൊട്ടി, കുഴപ്പമില്ലല്ലേ. എഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചില്ല് പൊട്ടിയാ അതൊന്നും അയ്യോ വണ്ടി ഒന്ന് കേട് വന്നു ചളുങ്ങി, കുഴപ്പമില്ല. എന്തായാലും നന്നാക്കാം. എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. ബ്രോ എന്താണോ വണ്ടി എടുക്കൂ ബ്രോ. അതായത് ഈ എന്താണ് പറക്കണ റോഡേ, ഈ മേലേക്ക് ഇങ്ങനെ പോണ റോഡ് കൂടെ അങ്ങനെ എടുത്തു. നമ്മളെ ചെറുക്കനെ എടുത്തിട്ടുണ്ട്, സൗദി അറേബ്യൻ ചെറുക്കനെ ആദ്യമായിട്ട് കാല് കിട്ടി അല്ലേ? അതെ അതെ, പെട്രോൾ ഇല്ല, കുഴപ്പമില്ലല്ലേ ഗൈസ്. അപ്പം നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി. ഞാൻ ക്ഷീണിച്ചടാ. നീ ഓടിക്കണം. വണ്ടി സൈഡാക്കി നിർത്തി എടുക്കാം. പിന്നെ കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയിൽ കുറച്ച് പെട്രോൾ ഉള്ളത് കാരണം ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചു കുറച്ച് പെട്രോൾ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ പോണ വഴിയാണ് പെട്രോൾ ഉള്ളത്. ബ്രോ അതാ അങ്ങോട്ട് കയറ്റി. കണ്ടു. അവിടെ നിർത്ത്. ഓക്കെ നിർത്തി. ഇനി പെട്രോൾ അടിച്ചിട്ട് വേണം. നമ്മുടെ പെട്രോൾ വേരിയൻ്റ് ആണ്, ഡീസൽ വേരിയൻ്റ് അല്ല. പറയാൻ എന്താണ് നീ അങ്ങോട്ടല്ല വഴിയേറ്റി. നേരെ പോ. ഈ റൈറ്റ് നേരെ പോട്ടോ. ഇങ്ങോട്ട് ഇരിക്കുക. ഇനി അറിയില്ലേ? എന്താ പാട്? അവന്മാര് BMW എടുത്ത് വേറെ റിസോർട്ടിൽ പോകുന്നല്ലേ പറഞ്ഞു. അവന്മാർക്ക് ഇവിടെ എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അവന്മാര് അവിടെ ഒളിപ്പിച്ച് വെക്കാൻ പോകും ഗൈസ്. നമ്മുടെ വണ്ടി ചളിയായി. എന്തായാലും ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ചളിങ്ങിയുണ്ടോ, എന്തായാലും ഇതൊക്കെ റെഡിയാക്കുന്നതായിരിക്കും. വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട അടയ്ക്കുക, ശരിയാ സദ്യ. It's me, our class, next, signing off.